അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ. പരിശുദ്ധമായ ബലിപെരുന്നാൾ ദിവസത്തിലാണ് നാം ഉള്ളത്. ബലിപെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സത്യവിശ്വാസി സന്തോഷത്തിന്റെ ദിവസമാണെങ്കിൽ പോലും കൂടുതൽ അവൻ ചെയ്യേണ്ട ഇബാദത്ത് തക്ബീർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ചെറിയ പെരുന്നാൾ എന്ന ഈദുൽ ഫിത്തറിനെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരാമർശിക്കുന്നത് ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന ആ സൂക്തത്തിന്റെ അവസാനം കാണാം, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തിയിൽ ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോഴും തക്ബീറാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇവിടെ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹു സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞത് ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ എന്ന് തുടങ്ങുന്ന സൂക്തത്തിന്റെ അവസാന ഭാഗം പറയുന്നത് ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, കൂടുതൽ തക്ബീറുകൾ ചെല്ലുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ബലിപെരുന്നാളിൽ ഇന്നലെ അറഫ ദിവസത്തിന്റെ സുബഹി മുതൽ ഈ പെരുന്നാൾ ദിവസവും കഴിഞ്ഞ് 3 ദിവസം അയ്യാമുത്ത തശ്രീഖിന്റെ അസർ വരെ, അഥവാ കൃത്യമായി പറഞ്ഞാൽ 5 ദിവസം യൗമു അറഫ, യൗമുൻ നഹർ അഥവാ പെരുന്നാൾ, അയ്യാമുത്ത തശ്രീഖിന്റെ 3 ദിവസങ്ങൾ, ഈ 5 ദിവസം സമ്പൂർണമായി നാം തക്ബീറുകൾ ചൊല്ലുകയാണ്. ഈ പരിശുദ്ധമായ തക്ബീർ ഒരു മനുഷ്യന്റെ ജനന സമയത്ത് ആദ്യം കേൾക്കുന്നത് തക്ബീറാണ്. മരിക്കുന്ന സമയത്ത് ഖബറിലേക്ക് എടുത്തു വെക്കുന്നതിന് മുമ്പ് നമസ്കാര സമയത്ത് കേൾക്കുന്നതും തക്ബീറാണ്. ആ തക്ബീറിലായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇബ്രാഹിം നബിയുടെ ജീവിതം അല്ലാഹു അക്ബർ എന്ന എല്ലാത്തിനേക്കാളും വലുതാണ് അല്ലാഹു എന്ന ഒരു സന്ദേശമാണ് ഈ പെരുന്നാൾ ദിവസത്തിൽ ഇബ്രാഹിമിയ ആ ഒരു മില്ലത്ത് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം പങ്കുവെക്കാൻ കഴിയുന്നത്. ഏതിനേക്കാളും അള്ളാഹുവാണ് നമുക്ക് വലുത്. ആ ഒരു സന്ദേശമാണ് ഈദുൽ ഫിത്തറിന്റെയും ഈദുൽ അദ്ഹയുടെയും സന്ദേശമായി നമുക്ക് കൈമാറാനുള്ളത്.